എവ്രി വൺ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു IELTS എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ വ്ളോഗാണ്. ആക്ച്വലി എൻ്റെ ലൈഫിൽ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ IELTS എക്സാം എഴുതാൻ പോകുന്നത്. ഒന്ന് സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്നതിന് മുന്നേ ഉള്ള എക്സാം ആയിരുന്നു. അത് നാട്ടിൽ വെച്ചിട്ടാണ് എഴുതിയത്. ഒരു മാസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു, പിന്നെ ഗംഭീരമായിട്ട് എക്സാം എഴുതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം IELTS ട്രെയിനറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, പിന്നെയും ഈ എക്സാം വരുമ്പോഴത്തേക്കും എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. എങ്ങനെ എഴുതണം, ഏത് ഫോർമാറ്റാന്നൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പഠിക്കണം. പിന്നെ ഒരു 2 years മുന്നേ ഞാൻ ജനറൽ IELTS എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ PR-ൻ്റെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. ഞാൻ ഫേസ്ബുക്കിൽ കയറാത്ത ആളാണ്, പക്ഷെ എന്തോ ഒരു ഇതിന് ഞാൻ ഫേസ്ബുക്ക് ഒന്ന് തുറന്നപ്പോഴത്തേക്കും 2 years ago ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഞാൻ IELTS എക്സാം എഴുതാൻ പോയ സ്റ്റോറി കിടക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 2 വർഷം മുന്നെയാണ് ഞാൻ എക്സാം എഴുതിയത്. 2 വർഷത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആവും, നമ്മൾ പിന്നെ എഴുതണം എന്നുള്ളത്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുത്തു. അപ്പോൾ IELTS ഓൺ പേപ്പറാണ് ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം എഴുതിയത്. അതിനുള്ള ഡേറ്റ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് IELTS ഓൺ കമ്പ്യൂട്ടർ ചൂസ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ശരിക്കും ഇതുവരെ എഴുതിയിട്ടില്ലല്ലോ, അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ വെച്ചിട്ട് ഞാൻ IELTS എക്സാം ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പർപ്പസസ് ആ ബുക്ക് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഇന്ന് ടെസ്റ്റ് എഴുതാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. ഞാൻ കഴിഞ്ഞ 2 തവണയും ബ്രിട്ടീഷ് കൗൺസിലിൽ തന്നെയാണ് എക്സാം എഴുതിയത്. സോ ഈ തവണയും അത് ഞാൻ മാറ്റുന്നില്ല, IDP അല്ല, ബ്രിട്ടീഷ് കൗൺസിൽ തന്നെയാണ്. അപ്പോൾ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ ക്രോമിൽ നിന്ന് പോവും. ആ ക്രോമിൽ നിന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ IELTS അക്കാദമിക് അല്ലെങ്കിൽ IELTS ജനറൽ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ സ്റ്റുഡൻ്റ് അല്ല, നമ്മുടെ PR പ്രോസസ്സിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ജനറൽ ട്രെയിനിങ് ആണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഓപ്പണായി വരുന്ന വിൻഡോയിൽ ഏതാണോ നമ്മുടെ അടുത്തുള്ള സിറ്റി അത് അടിച്ചു കൊടുക്കുക. എൻ്റെ അടുത്തായിട്ട് വരുന്നത് മിസ്സാഗയാണ്, സോ അത് ഞാൻ ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എക്സാം എഴുതിയ ഒരു സെൻറ്ററാണ് ഈ IELTS എന്ന് പറയുന്നത്. നല്ല സെൻറ്ററാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് IELTS ഓൺ കമ്പ്യൂട്ടർ, IELTS ഓൺ പേപ്പർ ആൻഡ് I don't mind, അങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. IELTS ഓൺ കമ്പ്യൂട്ടറിനാണ് നമുക്ക് മിക്കപ്പോഴും ഏറ്റവും അടുത്ത ഡേറ്റ് ഉണ്ടാവുക. IELTS ഓൺ പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ താമസിക്കും. കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഡേറ്റ് അവൈലബിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമുള്ളവർ എപ്പോഴും IELTS ഓൺ കമ്പ്യൂട്ടറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഡേറ്റ് തന്നെ കിട്ടും. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ അല്ലാത്ത നമ്മൾ IELTS ഓൺ പേപ്പർ ആണെങ്കിലും നോക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ സമയമില്ലാത്ത പോലെ നോക്കിയിട്ട് നമുക്ക് IELTS ഓൺ കമ്പ്യൂട്ടർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഡേറ്റ് ചൂസ് ചെയ്യാണ്. ഏറ്റവും ഫസ്റ്റ് കാണിച്ച ഡേറ്റ് തന്നെ ചൂസ് ചെയ്തു. പിന്നെ വരുന്ന വിൻഡോയിൽ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന വിൻഡോയിൽ സ്പീക്കിംഗ് സ്കെഡ്യൂൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആ ദിവസം എല്ലാം ഒരേ ടൈമായിരിക്കും. അപ്പോൾ സ്പീക്കിംഗ് ഏത് ടൈമിലാണോ വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന വിൻഡോയിലാണ് പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. പിന്നെ പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് നമുക്ക് പോകാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ എഗ്രി ചെയ്യുക, ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൺഫർമേഷനൊക്കെ ഒന്നുകൂടെ കാണിക്കും. നമുക്ക് ഈ $350 അടയ്ക്കേണ്ടത്. അത് ഏതൊക്കെ രീതിയിൽ അടയ്ക്കാമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ചൂസ് ചെയ്തത് ബാങ്ക് ട്രാൻസ്ഫറാണ്. അപ്പം ഈ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ പൈസ അയച്ചു കൊടുത്താൽ നമ്മുടെ പേയ്മെൻറ്റും കംപ്ലീറ്റ് ആവും. നമ്മൾ ഇത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ തന്നെ പ്രിപ്പറേഷൻ മെറ്റീരിയൽസിൻ്റെ ആക്സസ് കൂടെ കിട്ടും. അപ്പോൾ ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ പൈസ പേ ചെയ്യേണ്ട കാര്യമാണ്. മറ്റേത് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഈ ഫ്രീ ആയിട്ടുള്ളതിലുള്ള മെറ്റീരിയൽസ് വെച്ച് മാത്രമാണ് എൻ്റെ IELTSന് വേണ്ടി പ്രിപ്പയർ ചെയ്തതും പ്രാക്ടീസ് ചെയ്തതും. ഇതിൽ അത്യാവശ്യം മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ 11 മണിയാണ് എക്സാം ബുക്ക് ചെയ്തപ്പോൾ സ്പീക്കിങ്ങിൻ്റെ ടൈം ചൂസ് ചെയ്തത്. 11 to 12 തോന്നുന്നു, അങ്ങനെ ഒരു ടൈം സ്ലോട്ടാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒഫീഷ്യൽ മെയിൽ വന്നു 11:45 കറക്റ്റ് സ്പീക്കിങ്ങിൻ്റെ ടൈം. അതുപോലെ തന്നെ 12:45 ബാക്കി എക്സാംസും തുടങ്ങുമെന്ന്. അപ്പോൾ ഒരു 11:15 ആയപ്പോൾ തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് പോവാം. അകത്തേക്ക് പോയി കഴിഞ്ഞ് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട് ചെക്ക് ചെയ്യലും ഫിംഗർ പ്രിൻ്റ് എടുക്കലും ആയിരിക്കും ഫസ്റ്റ്. അവിടെ അകത്ത് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ അകത്തേക്ക് പോയിട്ട് ആ പ്രൊസീജിയേഴ്സൊക്കെ തീർത്ത് സ്പീക്കിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവർ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വാങ്ങിച്ചു വെക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. ഞാൻ അകത്ത് കയറി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോണൊക്കെ ഇപ്പം തന്നെ വാങ്ങിച്ച് വെക്കും. എന്നിട്ട് ആദ്യം സ്പീക്കിങ്ങിനായിരിക്കും പോവുക, എന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ ഫസ്റ്റ് പാർട്ട് സ്പീക്കിംഗ് ടെസ്റ്റ് കഴിഞ്ഞു. ആൾ ഭയങ്കര കമ്പനിയായിരുന്നു. എക്സാമിനർ ഭയങ്കരമായിട്ട് ഞാൻ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു, ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചു കുറേ നേരം. ആദ്യത്തെ പാർട്ടിൽ എന്നോട് ചോദിച്ചത് എൻ്റെ നെയ്ബർഹുഡിൻ്റെ വിശേഷങ്ങളും വീക്കെൻഡിൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചത്. എൻ്റെ മേജർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ഞാൻ മറന്നു. ഒരു മിനിറ്റ് ആലോചിക്കട്ടെ.
ഒരു അൺയൂഷ്വൽ മീൽ എന്താണ് ഞാൻ കഴിച്ചതെന്നായിരുന്നു. അപ്പം ഞാൻ സുഷി കഴിച്ച, ആക്ച്വലി ഞാൻ സുഷി കഴിച്ചിട്ടില്ല. എനിക്കത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് കഴിച്ച എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഞാനത് കഴിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാനത് ഒപ്പിച്ചു. പിന്നെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ മോഡേൺ ടെക്നോളജി എങ്ങനെ ഫുഡിൽ യൂസ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചത്. ഓവറോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാതെ പോയിന്ന്. ഞാൻ കുറേ ചളിയൊക്കെ അടിച്ചെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ ബാക്കി അറിയാം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി ടെസ്റ്റുകൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കഴിഞ്ഞു ഗൈസ്. ഞാൻ പുറത്തൊക്കെ ഇറങ്ങി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നെന്നേ ഞാൻ പറയുള്ളൂ. ലിസണിങ്ങും റീഡിങ്ങും അത്ര എളുപ്പമുള്ള മെറ്റീരിയൽ അല്ലായിരുന്നു. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് തന്നെയായിരുന്നു. റൈറ്റിങ്ങിൻ്റെ ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഒരെണ്ണം നമ്മൾ ഈ ഇടയ്ക്ക് അറ്റൻഡ് ചെയ്ത ഒരു 1 ഡേ കമ്പ്യൂട്ടർ കോഴ്സ് ഒരു കോളേജിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ ആ കോളേജിലെ പ്രിൻസിപ്പളിന് അത് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതുക. അത് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ എസ് എഴുതിയപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡായി. ഫാമിലീസിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവാണ് പണ്ടത്തെക്കാളും. അതിന് എഗ്രി ചെയ്യുന്നു, ഡിസഗ്രി ചെയ്യുന്നു, എഗ്രി ഡിസഗ്രി, ആ ടൈപ്പ് ഓഫ് എസ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ റീസൺസ് എന്തായിരിക്കും, ഒന്ന് നമുക്ക് എന്തായാലും മൊബൈൽ ഫോൺസും ടെക്നോളജി അതൊക്കെ പറയാം. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം കളഞ്ഞു എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഇനി റിസൾട്ട് വരുമ്പം അറിയാം എന്തൊക്കെ എഴുതി വെച്ചിട്ട് തെറ്റി ശരിയായി എന്നൊക്കെ ഉള്ളത്. IELTS നമ്മുടെ സ്കില്ലിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സ്കില്ലുണ്ട്, പക്ഷേ അതിലും കൂടുതലൊരു ഭാഗ്യവും അന്ന് കിട്ടുന്ന മെറ്റീരിയൽസും ഒക്കെ അനുസരിച്ചിരിക്കും. 3 to 5 ഡേയ്സിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ IELTS ഓൺ പേപ്പർ ആണെങ്കിൽ 13 ഡേയ്സ് ഓർ 14 ഡേയ്സ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചത് പിറ്റേ ദിവസം തന്നെ, കമ്പ്യൂട്ടർ ആയതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വരുന്നതാണ്. അങ്ങനെയല്ല, 3 to 5 ഡേയ്സ് എടുക്കും. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ നമുക്കറിയാം നമ്മൾ എഴുതി വെച്ചതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ എന്തായാലും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതുവരെ ബൈ. ഇതാണ് ഗൈസ് എൻ്റെ റിസൾട്ട്. ഓവറോൾ 8ൻ്റെ അത്യാവശ്യം നല്ല സ്കോർ തന്നെയാണ്. പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വരികയും ചെയ്തു. അവരാണ് പറഞ്ഞത് 3 to 5 ഡേയ്സ് എന്ന്, പക്ഷേ അത്ര എടുത്തില്ല. 1 ഡേയിൽ തന്നെ റിസൾട്ട് വന്നു. ഐ എം സോ ഹാപ്പി. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് താങ്ക് യു.